ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പഠനത്തിന് കീഴിലുള്ള പരശുരാമ ക്ഷേത്രം എന്ന ക്ഷേത്രത്തെ പറ്റിയാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നും ഏതാണ്ട് 8 കിലോമീറ്റർ ദൂരത്തിനകത്തുള്ള ഒരു സ്ഥലത്താണ്. തിരുവല്ലം എന്ന സ്ഥലത്താണ്. കിഴക്കേക്കോട്ടയിൽ നിന്ന് ബസ് കയറുമ്പോൾ മണക്കാട്, കമലേശ്വരം, അമ്പലത്തറ എന്നീ പ്രധാന സ്റ്റോപ്പുകൾ താണ്ടിയാണ് ഈ ക്ഷേത്രത്തിലെത്തിച്ചേരാൻ കഴിയുക. എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾ നടത്താറുണ്ട്. പിതൃമോക്ഷത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രമാണിത്. രാവിലെ 4 മണിക്ക് തുറക്കുന്ന ക്ഷേത്രം 11 മണിക്ക് അടയ്ക്കും. ഇവിടെ ബലികർമ്മങ്ങൾ രാവിലെ 6-നും 10-നും ഇടയ്ക്ക് നടക്കും. ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ദൈവങ്ങൾ ത്രിമൂർത്തികൾ തന്നെയാണ്. പരശുരാമ അവതാരമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗണപതി, മുരുകൻ, കൃഷ്ണൻ, മത്സ്യമൂർത്തി, വേദവ്യാസൻ എന്നീ പ്രതിഷ്ഠകളും ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഒരിക്കൽ ആദിശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മാതാവിന് ബലിയർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ത്രിമൂർത്തികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പരശുരാമസ്വാമി ഇതിനെല്ലാം സാക്ഷിയായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒരു ബ്രാഹ്മണന് ബലികർമ്മം നടത്തണമെങ്കിൽ ഒരു ബ്രാഹ്മണൻ സദാ ഈ കർമ്മത്തിന് സാക്ഷിയായി ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഈ കർമ്മം നടത്തിയ ശേഷം അദ്ദേഹം പുഴയിൽ നിന്നും കുറച്ച് മണൽ വാരി പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു എന്നാണ് ഐതിഹ്യം. എല്ലാ വർഷവും കർക്കിടകവാവ് ദിവസം ഇവിടെ പിതൃബലി തർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരം മരണശേഷം പിതൃലോകത്തിലെത്തുന്ന ആത്മാവിന് മോക്ഷം ലഭിക്കുന്ന ബലിതർപ്പണത്തിലൂടെയാണ്. ദിവസേന കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നുണ്ട്. ബലികർമ്മങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുരോഹിതൻ്റെ സാന്നിധ്യത്തിൽ ചെയ്ത ശേഷം അവശേഷിക്കുന്ന ബലിവസ്തുക്കൾ ഇലയോടുകൂടി എടുത്ത് പുറത്തേക്ക് വന്ന ശേഷം ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തായുള്ള 9 കല്ലുകളിൽ ഈ ഇലയിൽ നിന്നും ചോറ് തുടങ്ങിയ വസ്തുക്കൾ ഇട്ട ശേഷം ഇലയിൽ ശേഷിക്കുന്ന വസ്തുക്കൾ കടവിലെത്തിയ ശേഷം ആ ഇലയും സാധനങ്ങളും കടവിലൊഴുക്കിയ ശേഷം കൈകാൽ മുഖം കഴിയ ശേഷം വീണ്ടും ക്ഷേത്ര പുരോഹിതൻ്റെ മുന്നിലെത്തി ദക്ഷിണ നൽകിയ ശേഷം പ്രസാദം വാങ്ങിക്കണം. ഇതിന് ശേഷം ക്ഷേത്രത്തിനുള്ളിൽ ചെന്ന് തിലഹോമം നടത്തണം. അതിനുശേഷം ബലികർമ്മം ചെയ്യുന്ന ആളിൻ്റെ പേരിൽ പരശുരാമസ്വാമിയുടെ മുന്നിൽ അർച്ചനയും നടത്തിയ ശേഷം തിരിച്ചു പോകാവുന്നതാണ്. ഇനി അടുത്തതായി എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക്, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുക. കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ചെയ്യുക. ഈ വീഡിയോയ്ക്ക് മുമ്പായി ഞാൻ ഈ ചാനൽ ഇട്ടിട്ടുള്ള ക്ഷേത്ര സംബന്ധമായ വീഡിയോകളിൽപ്പെട്ട ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, പാടകോവിൽ ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെയാൾ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം, ഒത്തീസ് ഹനുമാൻ സ്വാമി ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, അത്തികാൽ ക്ഷേത്രം, കരിക്കകം ചാമുണ്ഡി ദേവി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും വീഡിയോകളും കൂടി കാണണമെന്ന് താല്പര്യപ്പെടുന്നു. അപ്പോൾ എല്ലാവരും പുറകോട്ട് പോയതെല്ലാം കാണണം. ഈ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ അതും കാണണം. ഇതിനിടയ്ക്ക് ഞാൻ വേറെ ചില വീഡിയോകളും ഇടുന്നുണ്ട്. എല്ലാവരും താല്പര്യപൂർവ്വം കാണണം. ഇത് പുതിയൊരു തുടങ്ങിയ ഒരു ചാനലാണ്. ഒരു 6 മാസത്തിന് ഇപ്പുറമേ ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബറും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് സബ്സ്ക്രൈബർ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ചാനൽ വളർന്നു വരുന്ന ചാനലായിട്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ അമ്പലം കൂടാതെ ഞാൻ വേറെ പല വീഡിയോകളും പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയും എല്ലാം ഇടുന്നുണ്ട്. അതും ഇടയ്ക്കിടയ്ക്ക് ഈ ചാനലിൽ ഉണ്ടായിരിക്കും. വീഡിയോ ആയിട്ടുണ്ടാവും, ഷോർട്ടായിട്ടുണ്ടാവും. എല്ലാവരും കാണണം എന്ന് താല്പര്യപ്പെടുന്നു.